സംഗീത് നടന്നത് തൃശ്ശൂരാണ്. എന്തായാലും എനിക്ക് മനസ്സിലാവുന്നത് ഇയാളൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഈ ഒരു തട്ടുകളെ കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ല എന്നുള്ളതാണ്. സംഭവത്തിലാണ് കേട്ടോ. കരിങ്കളി എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടൊക്കെ കെട്ടിപ്പോകുന്ന ഒരു ആചാര സംഗതിയാണ്. എന്തായാലും പല അമ്പലത്തിലേക്കും കരിങ്കാളിയെ നേർച്ച നേരുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ ഈ സോക്കോൾഡ് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലുള്ള ഒരു വിശ്വാസി ഒരു കരിങ്കാളിയെ നേരാം എന്നുള്ള സംഗതിയുടെ ഭാഗമായിട്ട് നേരുന്നു. എന്തായാലും നേർന്നു കഴിഞ്ഞപ്പോൾ പൂരെത്തുന്നു, ഉത്സവത്തുന്നു, കരിങ്കാളിയെ കെട്ടിച്ചോട്ട് അമ്പലത്തിലേക്ക് എത്തിയ സമയത്ത് ഇയാൾ നേരെ അമ്പലത്തിനുള്ളിൽ കയറി ചോദിച്ചു, അല്ല എന്താ ഞങ്ങളെ കരിങ്കാളിനെ ഉള്ളിൽ കയറ്റത്തെ? ഈ ചോദ്യം ചോദിച്ചതേ ആ പാവം മനുഷ്യന് ഓർമ്മയുള്ളൂ കേട്ടോ. അമ്പലത്തിന്റെ എല്ലാ പഹ്യന്മാരും കൂടിയിട്ട് ആ നല്ല ചെങ്ങാതിയെ അടിച്ചുടിപ്പിച്ചു. ഇപ്പോൾ വന്ന ഡൂൾസ് ന്യൂസിൽ വന്ന ഒരു ന്യൂസാണ് ഞാനിപ്പോ പറഞ്ഞത്. മുഴുവനായിട്ട് നേരം പോലെ കേൾക്കണമെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ. തൃശൂരിൽ കരിങ്കാളിയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തത് ചോദ്യം ചെയ്ത യുവാവിനെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ചേർന്ന് മർദ്ദിച്ചു. തൃശൂർ പുന്നയൂർകുളം പുന്നൂർക്കാവ് ക്ഷേത്രത്തിലാണ് സംഭവം. പുന്നയൂർകുളം സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ യുവാവിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട കരിങ്കാളി സങ്കല്പത്തെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ക്ഷേത്ര ഭാരവാഹികളും ഉത്സവ കമ്മിറ്റിക്കാരും ചേർന്ന് തടയുകയായിരുന്നു. പറയ വിഭാഗത്തിൽപ്പെട്ട ദളിതരാണ് ഈ പ്രദേശങ്ങളിൽ കരിങ്കാളി സങ്കല്പത്തെ ആരാധിക്കുന്നത്. ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കരിങ്കാളിയുമായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. കരിങ്കാളിയെ ക്ഷേത്രത്തിന് പുറത്ത് തടഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ മർദ്ദിച്ചതെന്ന് മർദ്ദനത്തിനിരയായ യുവാവ് ഡൂൾ ന്യൂസിനോട് പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് സംഭവം. എനിക്ക് മനസ്സിലാവുന്നതും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കരിങ്കളി എന്നൊക്കെ പറയുന്നത് ഈ താഴ്ന്ന ജാതിക്കാരുടെ ഒരു ആചാര രീതിയിൽപ്പെടുന്ന സംഗതികളാണ്. കൃത്യമായിട്ടും അങ്ങനെ താഴ്ന്ന ജാതിക്കാര്, മേൽന്ന ജാതിക്കാര്, മേലെ ജാതിക്കാര് എന്ന് പറയുന്ന ഈ തട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. ഒരൊറ്റ കാര്യം നിങ്ങൾ ചുമ്മാ ശ്രദ്ധിച്ചാൽ മതി. ഈ താഴ്ന്ന ജാതിക്കാരെ കൊണ്ടുപോകുന്ന ആചാര രീതികൾ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ കെട്ടിക്കൊണ്ടുപോകുന്ന രീതികളിൽ ഒന്നാണ് ഈ കരിങ്കാളി കെട്ടുക എന്ന് പറയുന്നത്. അത് താഴ്ന്ന ജാതിക്കാരാണ് കെട്ടാറുള്ളത്. ഒരിക്കലും നായന്മാരോ അല്ലെങ്കിൽ അതിന് മുതിർന്ന മേനന്മാരോ അതിലേക്ക് മുതിർന്ന നമ്പൂരിമാരോ ഈ കരിങ്കാളി കെട്ടുക എന്ന് പറയുന്ന വേഷം കെട്ടി നടക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ ആഘോഷങ്ങളിൽ മിക്കതും പങ്കെടുക്കുന്നത് ഈ താഴ്ന്ന ജാതിക്കാരാണെന്നുള്ള കാര്യം ഉറപ്പിച്ചണം. രണ്ടാമത് ഒരു വേഷവിധാനം നമ്മൾ കണ്ടിട്ടുള്ളത് ധാരികനും കാളി എന്നൊക്കെ പറയുന്ന പരിപാടികളാണ്. ഇതും ഈ താഴ്ന്ന ജാതിക്കാർ തന്നെയാണ് ഈ സംഗതികളൊക്കെ കെട്ടിപ്പോകാറുള്ളത്. പിന്നെ തറയും ഭൂതൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. പറയ വിഭാഗമാണ് തോന്നുന്നുണ്ട്, അത് പറയാണോ പാണനാണെന്ന് അറിയത്തില്ല. ഏതൊരു വിഭാഗമാണ് ഈ ഒരു വേഷം കെട്ടിപ്പോകുന്ന സംഗതികളൊക്കെ. ഇങ്ങനെ ഒരു ഉത്സവം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഉത്സവം കളറാക്കുക അല്ലെങ്കിൽ അതിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുക ഈ ഒരു വിഭാഗം, താഴ്ന്ന ജാതി വിഭാഗം ആൾക്കാരായിരിക്കും. പലപ്പോഴും ആ ഉത്സവം നടത്തിപ്പുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം വന്നിട്ട് ആളുകൾ തിങ്ങിക്കൂടിയിട്ട് പണം ഇട്ടുകൊണ്ട് ആ ഭണ്ഡാരം നിറയ്ക്കുന്നത്, ആ നിറച്ച ഭണ്ഡാരം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക മേൽജാതിക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. എനിക്ക് ഈ പാവം സുഹൃത്തിനോട് പറയാനുള്ളത്, പ്രിയ സുഹൃത്തെ, നിങ്ങൾ കൊണ്ടുപോയ ആ വേഷമില്ലേ, ആ വേഷം ഒരു താഴ്ന്ന ജാതിക്കാരുടെ വേഷമാണ്. ഇപ്പോഴും താഴ്ന്ന ജാതിക്കാരെ അകറ്റി നിർത്തപ്പെടുന്നുണ്ട് ഇങ്ങനെ പല വേഷത്തിന്റെ ഭാഗമായിട്ട്. അത്ര സംഗതികളെ ഒരിക്കലും മേൽജാതിക്കാരുടെ അമ്പലത്തിലേക്ക് കയറ്റില്ല സുഹൃത്തുക്കളെ, കയറ്റില്ല എന്ന് മാത്രമാണ്. അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരം വേഷങ്ങൾ കിട്ടിയിട്ടൊക്കെ ഉത്സവത്തിനെ കളറാക്കാൻ പോകുന്നേ എന്നുള്ളതാണ്. എന്തിനേറെ നമ്മുടെ നാട്ടിലൊക്കെ ശിങ്കാരിമേളം കൊട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴും താഴ്ന്ന ജാതിക്കാർ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ അമ്പലത്തിനുള്ളിൽ പോയി കൊട്ടുന്ന ഈ പഞ്ചാരി മേളങ്ങളും മറ്റൊക്കെ അതൊക്കെ ഇപ്പോഴും മേനന്മാർക്കും അതിന് മുതിർന്നുള്ള മാരാന്മാര് അങ്ങനെ പറയുന്ന കുറെ ജാതി വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉത്സവം പോലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിനുള്ളിലേക്ക് ആരൊക്കെ കയറ്റുന്നു ആരൊക്കെ കയറ്റുന്നില്ല സംഘം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും നമ്മുടെ കേരളത്തിനുള്ളിൽ ജാതീയത അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സൂത്തിന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തലയ്ക്ക് പിടിച്ച് പുറത്താക്കും. ഒരുപക്ഷെ നിങ്ങളെടുത്ത് തല്ലി ഒരു വിധാക്കും, നിങ്ങളെ കയ്യിനും കാലിനൊക്കെ പരിക്കുണ്ടാവും. ഞാൻ അറിഞ്ഞെടുത്തോളം ഈ മനുഷ്യന്റെ കാലിന് വലിയ പരിക്ക് പറ്റിയ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ പരിക്കുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ സാക്ഷര കേരളം ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുകയേയില്ല. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക നല്ലത്. നിങ്ങൾ എന്തിനാണ് ഈ ഉയർന്ന ജാതിക്കാരുടെ അമ്പലങ്ങളിലേക്ക് കരിങ്കാളിയെ കൊണ്ടുപോകാൻ പോയത്?
എന്റെ ചോദ്യം അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഉയർന്ന ജാതിക്കാരുടെ ഈ ആഘോഷത്തിനിടയ്ക്ക് നിങ്ങൾ താഴ്ന്ന ജാതിക്കാർ മാത്രം ആഘോഷിക്കുന്ന ഈ കരിങ്കാളിയെയും തറയും ഭൂതനെയൊക്കെ കൊണ്ടുപോകാൻ പോയത്? അതിനൊക്കെ അവിടെ കൊണ്ടുപോകാൻ പോയിട്ട് അത് ഉള്ളിൽ കയറ്റണമെന്ന് താഴ്ന്ന ജാതിക്കാരനായിട്ട് താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ എന്തിനാണ് ഇതിനിങ്ങനെ വാശി പിടിച്ചത്? അതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ അടി കൊണ്ടത്? അതുകൊണ്ട് മേലാളന്മാരുടെ അടി കൊള്ളുവാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോഴും കീഴാളന്മാര് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി നിങ്ങളടക്കമുള്ള ആളുകൾ ഓർമ്മിപ്പിച്ചതിൽ ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ, ബൈ.